ലീഗിൻ്റെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ ലീഗിൻ്റെ പൂർണ്ണമായ പിന്തുണയില്ലാതെ കോൺഗ്രസ് ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന നിലമ്പൂർ. അവിടെ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും നിലമ്പൂർ തേക്ക് പോലെ ആര്യാടൻ മുഹമ്മദിൻ്റെ അത്രയും വലിയ സ്റ്റേച്ചറൊന്നും ആര്യാടൻ ഷൗക്കത്തിനില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു, അതൊരു പ്രശ്നമാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പുരോഗമനവാദം, അതിനെതിരെയുള്ള ക്യാമ്പയിൻ, അദ്ദേഹം എടുത്ത സിനിമ, ഇതെല്ലാം ആര്യാടൻ മുഹമ്മദ് പോലെ ഈ മുസ്ലിം ക്ലർജിയെ അല്ലെങ്കിൽ അവരുടെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു മതവാദത്തെയോ എന്ത് വാക്കുവേണമെങ്കിലും ഉപയോഗിക്കാം, അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നത്. അത് അയാൾക്ക് പ്ലസ് പോയിൻ്റായി യാഥാസ്ഥിക മുസ്ലിം ആ ഒരു പ്ലസ് പോയിൻ്റ് ആര്യാടൻ ഷൗക്കത്തിന് അവിടെ ഉണ്ട്. പക്ഷേ 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് കാര്യങ്ങൾ മറിയുന്നത്. അതുവരെ വളരെ സുഖമായി ജയിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദ് 2011 വേർത്താണ് ജയിക്കുന്നത്. 2016 2021 ഇടതുമുന്നണി ആ മണ്ഡലം പിടിക്കുന്നു. PV അൻവറിനെ ഉപയോഗിച്ചാണ്. പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്, അരുവാൾ ചുറ്റികയല്ല. ഇങ്ങനെയാണ് ഈ മണ്ഡലത്തിൻ്റെ ഇതുവരെയുള്ള സ്ഥിതി. അവിടെ നിന്ന് ഈ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ CPM ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു വാദം, നേരത്തെ കുഴിച്ച കുഴി എന്ന് പറഞ്ഞ സാധനം, ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയമെടുത്ത് ഉയർത്തുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് മുതലാണ് UDFന് പിന്തുണ കൊടുത്തു തുടങ്ങിയത്? ഇന്നലെയാണ്, 2019 അതിനുശേഷം 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, 2 or 3 തദ്ദേശം കൂടെ ചേർത്താൽ 2 or 3 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നുമില്ലാത്ത ഈ വിഷയം ഇപ്പോൾ ഉന്നയിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്?